നമ്മുടെ രാജ്യത്ത് ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിക്കും ഭരണഘടന ഉറപ്പു നൽകുന്നതാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അത് നടപ്പാക്കുന്നത് സഹകരണാത്മക ഫെഡറലിസം എന്ന നമ്മുടെ ഭരണ സംവിധാനത്തിലൂടെയാണ്. കേന്ദ്രാവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീ നടപ്പാക്കില്ല എന്നത് കേരള സർക്കാരിൻ്റെ ഭരണപരവും രാഷ്ട്രീയവുമായ തീരുമാനമായിരുന്നു. പക്ഷേ സംസ്ഥാനത്തിന് കിട്ടേണ്ടിയിരുന്ന 1300 കോടിയിലേറെ രൂപ കേന്ദ്രം തടഞ്ഞുവച്ചു. എല്ലാ അർത്ഥത്തിലും സാമ്പത്തിക ഉപരോധം. ഫെഡറൽ തത്വങ്ങളെയെല്ലാം അവഗണിച്ചുകൊണ്ട് വാൾമുനയിൽ നിർത്തിയുള്ള സമ്മർദ്ദം. 1300 കോടി വലിയ സംഖ്യയാണ് കേരളം പോലൊരു സംസ്ഥാനത്തിന്. അത് കിട്ടിയില്ലെങ്കിൽ ഇവിടുത്തെ പള്ളിക്കൂടങ്ങളിൽ അധ്യയനം താളം തെറ്റും. ഒടുവിൽ വലഞ്ഞ് വഴിമുട്ടി പദ്ധതിയുമായി മുന്നോട്ടു പോകാമെന്ന ധാരണയിൽ വിദ്യാഭ്യാസ വകുപ്പെത്തി. പക്ഷേ പൊടുന്നനെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് പിന്നാലെ പദ്ധതി ഉടൻ നടപ്പാക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തി. എന്താണ് പെട്ടെന്ന് സംഭവിച്ചത്? എന്താണ് ഈ PM ശ്രീ? എന്താണ് ആ പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ ആശങ്ക? RDX റാപ്പ് കാണാം 59 സെക്കൻഡിൽ. സംസ്ഥാനത്തെ 168 ബ്ലോക്ക് റിസോഴ്സ് സെന്ററുകളിലെ 336 സ്കൂളുകളിൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായ PM ശ്രീ നടപ്പാക്കണം. ഈ സ്കൂളുകളിൽ പൂർണ്ണമായും പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കണം. ഈ സ്കൂളുകൾക്ക് PM ശ്രീ സ്കൂളുകളെന്ന് പേരിടണം. സ്കൂളുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം സ്ഥാപിക്കണം. ഇല്ലെങ്കിൽ കേരളത്തിലെ സമഗ്ര ശിക്ഷാ അഭിയാൻ ഫണ്ടിൽ നിന്ന് ഒരു പൈസയും കേരളത്തിന് തരില്ല. ഇതാണ് കേന്ദ്ര നിലപാട്. ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ പല നിർദ്ദേശങ്ങളും കേരളത്തിന്റെ സവിശേഷ സാഹചര്യങ്ങളോട് യോജിക്കുന്നതല്ല. കേരളം അംഗീകരിക്കാത്ത പദ്ധതി കേന്ദ്രം കുറുക്കുവഴിയിലൂടെ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നുവെന്ന് കേരളം. 1377 കോടി കേന്ദ്രം തടഞ്ഞുവെച്ചു. കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തിൽ വലഞ്ഞ് വേറെ വഴിയില്ലാതെ 336 സ്കൂളുകളിൽ PM ശ്രീ നടപ്പാക്കാമെന്ന് ഒടുവിൽ സംസ്ഥാനം വഴങ്ങി. അതിലാണിപ്പോൾ CPIയുടെ ഉടക്ക്. കേന്ദ്ര വിദ്യാഭ്യാസ നയം അംഗീകരിച്ചുകൊണ്ടുള്ള ഒത്തുതീർപ്പ് വേണ്ട. ഇതോടെയാണ് തീരുമാനം കൂടുതൽ ചർച്ചകൾക്ക് ശേഷം മതിയെന്ന് മന്ത്രിസഭ തീരുമാനിച്ചത്. RDX റാപ്പ് ന്യൂസ് മലയാളം. ദേശീയ വിദ്യാഭ്യാസ നയത്തിലടക്കം സംസ്ഥാന സർക്കാരിന് കടുത്ത വിയോജിപ്പുണ്ട്. കേരളവും തമിഴ്നാടും ബംഗാളും പഞ്ചാബും അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇക്കാര്യത്തിലൊക്കെ വലിയ വിയോജിപ്പ് അറിയിച്ചതാണ്. നമുക്ക് പരിശോധിക്കാം എന്താണ് PM ശ്രീ എന്നത്. പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നാണ് PM ശ്രീ എന്ന പദ്ധതിയുടെ പൂർണ്ണരൂപം. വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേന്ദ്രം വിഭാവനം ചെയ്ത ഒരു പദ്ധതിയാണിത്. 14,500 സ്കൂളുകളുടെ നവീകരണം ലക്ഷ്യമിട്ട് 2022 അധ്യാപക ദിനത്തിലായിരുന്നു ഇത് സംബന്ധിച്ച പ്രഖ്യാപനം. 2023 മുതൽ 2027 വരെ 5 വർഷത്തെ പദ്ധതിക്കായി വകയിരുത്തിയത് 27,000 കോടി രൂപയാണ്. സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ആധുനിക സാങ്കേതിക വിദ്യകൾ, ലൈബ്രറി തുടങ്ങിയവ ഉറപ്പാക്കും എന്നതായിരുന്നു ഇതിലെ ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം. 5 വർഷം കഴിഞ്ഞാലും സ്കൂളുകൾ നേടിയ മാനദണ്ഡങ്ങൾ സംസ്ഥാനം തുടരുകയും വേണം. സ്കൂളുകളുടെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് എന്ന് പരിശോധിക്കാം. ഒരു ബ്ലോക്കിൽ BRCക്ക് കീഴിലെ 2 സ്കൂൾ വീതമാണ് തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചിരുന്നത്. ഇവിടെ ദേശീയ വിദ്യാഭ്യാസ നയവും കേന്ദ്ര സിലബസും നടപ്പിലാക്കണം എന്നതാണ് ഒരു പ്രധാന വ്യവസ്ഥ. ദേശീയ വിദ്യാഭ്യാസ നയ പുരോഗതി ഈ സ്കൂളുകളിൽ പ്രദർശിപ്പിക്കണം. PM ശ്രീ സ്കൂൾ എന്ന ബോർഡും പ്രധാനമന്ത്രിയുടെ ചിത്രവും പ്രദർശിപ്പിക്കും. സംസ്ഥാനം ശുപാർശ ചെയ്യുന്ന സ്കൂളുകളിൽ നിന്ന് വിദഗ്ധ സമിതി തെരഞ്ഞെടുക്കുകയാണ് ഈ സ്കൂളുകളെ. ചില അടിസ്ഥാന യോഗ്യതയുള്ള സ്കൂളുകളെ മാത്രമാണ് തിരഞ്ഞെടുക്കുക. PM ശ്രീ പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ ഉത്തർപ്രദേശിൽ നിന്നാണ്. 1865 സ്കൂളുകൾ. കേരളത്തിൽ നടപ്പാക്കിയാൽ എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ഓരോ BRCയിലും 2 സ്കൂൾ വീതം കേന്ദ്ര നിയന്ത്രണത്തിലാകും. സംസ്ഥാനത്തെ 168 BRCക്ക് കീഴിൽ 336 സ്കൂളുകൾ വരെ പദ്ധതിയുടെ ഭാഗമാകും. തിരഞ്ഞെടുക്കുക BRCയിലെ ഓരോ പ്രൈമറി സെക്കൻഡറി സ്കൂളുകളാണ്. ഓരോ സ്കൂളിനും പ്രതിവർഷം 85 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ സഹായം നൽകും. ഫണ്ട് നൽകുന്നതിൽ കേന്ദ്ര സംസ്ഥാന അനുപാതം 60:40 എന്നതാണ്. 60% കേന്ദ്രം നൽകണം, 40% സംസ്ഥാനം നൽകണം എന്ന നിലയിൽ. സംസ്ഥാനത്തെ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ അടക്കം ഇതിനകം പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് താനും. കേരളത്തിൻ്റെ ആശങ്ക എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. കേരളം എതിർക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര നീക്കമാണ് ഇത് എന്നതാണ് പ്രധാനപ്പെട്ട സംശയവും ആരോപണവും. ചില സ്കൂളുകളിൽ മാത്രം കേന്ദ്ര സിലബസ് എന്നത് പൊതുവിദ്യാഭ്യാസത്തെ 2 തട്ടിലാക്കും. വിദ്യാഭ്യാസ നയരൂപീകരണത്തിൽ സംസ്ഥാനങ്ങളുടെ അവകാശം പരിമിതപ്പെടുത്തും. കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കലായി മാറുമോ ഈ പദ്ധതി എന്ന ആശങ്കയും സംസ്ഥാന സർക്കാരിനുണ്ട്. ഇത് കേരളത്തിൻ്റെ മാത്രം ആശങ്കയല്ല കേട്ടോ. എന്തുകൊണ്ടാണ് NEPയോട് ഈ എതിർപ്പ് നിലനിൽക്കുന്നത് എന്ന് നോക്കാം. നയം പൂർണ്ണമായി തള്ളുന്നില്ല. ചില നിർദ്ദേശങ്ങളിൽ കേരളത്തിന് എതിർപ്പുണ്ട്.
കേരളം വിദ്യാഭ്യാസ നിലവാരത്തിൽ ദേശീയ ശരാശരിയേക്കാൾ മുന്നിലാണ്. BJPയുടെ അജണ്ട നടപ്പാക്കാനുള്ള പഴുതുകളുണ്ട് എന്നതാണ് ഒരു വിമർശനം. പ്രവേശന പ്രായമടക്കം നിർദ്ദേശങ്ങൾ സംസ്ഥാന സാഹചര്യത്തോട് ചേരുന്നതല്ല എന്നതാണ് സംസ്ഥാനത്തെ ആശങ്കയിലാക്കുന്നത്. ഇനി ഇത് നടപ്പാക്കാത്തതിന് കേന്ദ്രം ചെയ്തത് എന്താണെന്നറിയട്ടെ. പതിവ് പോലെ NHMന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ ഫണ്ട് തടഞ്ഞുവെച്ചു എന്നുള്ളതാണ്. കേരളത്തിലുള്ള സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഫണ്ട് കേന്ദ്രം തടഞ്ഞുവെച്ചു. പദ്ധതി അംഗീകരിക്കാത്തത് SSAയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് കൊണ്ടാണ് എന്നതാണ്. അതല്ലെങ്കിൽ SSAയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിന് തുല്യമാണ് ഈ പദ്ധതി അംഗീകരിക്കാത്തത് എന്നാണ് കേന്ദ്രം പറയുന്നത്. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള 1377 കോടി രൂപയാണ് ഉള്ളത്. അതാണ് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് വിശദീകരിച്ചത്. 2023-24 സാമ്പത്തിക വർഷം ലഭിക്കാനുള്ളത് 260.58 കോടി രൂപ. 2024-25 സാമ്പത്തിക വർഷം കുടിശ്ശിക 513.54 കോടി രൂപ. പുതിയ സാമ്പത്തിക വർഷത്തിലെ ആദ്യ ഗഡുവും ലഭിച്ചിട്ടില്ല. പദ്ധതിയെ എതിർത്ത തമിഴ്നാടിനും ബംഗാളിനും പഞ്ചാബിനും ഫണ്ട് കൊടുത്തില്ല. SSA ഫണ്ട് തടയുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇനി കേരളം ഇക്കാര്യത്തിൽ എതിർത്തു, പിന്നീട് വഴങ്ങി, പിന്നീട് പിന്മാറ്റം. ആദ്യഘട്ടത്തിൽ പദ്ധതിയുടെ നിബന്ധനകളോടെല്ലാം എതിർപ്പ് അറിയിച്ചിരുന്നു കേരളം. ഒടുവിൽ ഫണ്ട് നഷ്ടപ്പെടാതിരിക്കാൻ പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുകയായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ്. അടുത്ത അധ്യയന വർഷത്തിന് മുൻപ് നടപ്പാക്കാനുള്ള ധാരണയിലാണ് എത്തിയത്. പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് കത്തയക്കുകയും ചെയ്തു. 1-ാം ക്ലാസ് പ്രവേശന പ്രായം 6 വയസ്സാക്കണമെന്ന കേന്ദ്ര നിർദ്ദേശത്തിനും വഴങ്ങി. ഇപ്പോഴത്തെ പിന്മാറ്റം NEP നടപ്പാക്കുന്നതിലെ CPIയുടെ കടുത്ത എതിർപ്പിനെ തുടർന്നാണ്. മോദിയുടെ പണമല്ല, NEP ആണ് പ്രശ്നം. PM ശ്രീ ബോർഡ് വയ്ക്കുന്നതിലല്ല എതിർപ്പ് എന്ന് ശിവൻകുട്ടി പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായും നടപ്പാക്കുന്നതിലാണ് എതിർപ്പ് എന്ന കാര്യവും ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട്. സനീഷ്, ഇക്കാര്യത്തിൽ NHMന്റെ കാര്യത്തിൽ അടക്കം ചെയ്തതുപോലെ ഇവിടെ ഫണ്ട് തടഞ്ഞു വയ്ക്കുക എന്ന നിലയ്ക്ക് സംസ്ഥാനത്തെ ഞെരുക്കുക എന്ന സമീപനമാണ് കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്നത്. നമ്മൾ സ്വാഭാവികമായും ഒരു പദ്ധതി മികച്ച രീതിയിൽ നടപ്പാക്കുന്ന അല്ലെങ്കിൽ ഒരു മേഖലയിൽ, ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചാണല്ലോ ഈ പ്രശ്നം, വിദ്യാഭ്യാസ മേഖലയിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും മുന്നിൽ കേരളവും തമിഴ്നാടും ഒക്കെ നിൽക്കുമ്പോഴാണ് ഈ വിദ്യാഭ്യാസത്തിനുള്ള വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത് അല്ലെങ്കിൽ പൂർണ്ണമായി തടഞ്ഞു വയ്ക്കുന്നത്. അത് കേന്ദ്രത്തിൻ്റെ ചില പദ്ധതികൾ നടപ്പാക്കുന്നില്ല എന്ന് പറഞ്ഞാണ്. ഇത് നീതിയുക്തമാണ്? നിശ്ചയമായിട്ടുമല്ല. എനിക്ക് ഒരു മലയാളി എന്ന നിലയ്ക്ക് വലിയ രോഷമാണ് ഇത് കാണുമ്പോൾ ഉണ്ടാവുക. 1377 കോടി രൂപ എങ്ങനെയാണ് തടഞ്ഞു വെക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയുക? വിദ്യാഭ്യാസം എന്നത് ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിലുള്ളതാണ്. എന്ന് വെച്ചാൽ സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും അതിൽ പങ്കാളിത്തമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാനത്തിന് അതിൻ്റെ ഒരു സേ ഉള്ള ഒരു വിഷയത്തിൽ കേന്ദ്രം ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ പല കാരണങ്ങളാൽ ഞങ്ങൾക്ക് ഈ പദ്ധതിയോട് യോജിച്ചു പോകാൻ പറ്റില്ല എന്നൊരു തീരുമാനമെടുക്കാനുള്ള അവകാശം യഥാർത്ഥത്തിൽ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടതാണ്. പക്ഷേ സംസ്ഥാനത്തിന് നൽകുന്നില്ല എന്ന് മാത്രമല്ല, 1377 കോടി രൂപ തരാനാകുകയില്ല എന്ന നിലപാടാണ് അവരെടുക്കുന്നത്. ഇത് നേരത്തെ ഡൽഹിയും പഞ്ചാബും ആം ആദ്മി പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡൽഹിക്ക് 330 കോടി രൂപ കൊടുക്കാനുണ്ട്, പഞ്ചാബിന് 515 കോടി രൂപ കൊടുക്കാനുണ്ട്, ബംഗാളിന് 1000 കോടി രൂപ കൊടുക്കാനുണ്ടായിരുന്നു. അതെല്ലാം ഈ കാരണത്താലാണ്. അതായത് ഇത് നടപ്പാക്കുന്നില്ലെങ്കിൽ പണം തരില്ല എന്ന് പറയുകയാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങൾ തമ്മിൽ പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഒരു 10-50 വർഷം മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന വിദ്യാഭ്യാസ സാഹചര്യം മാത്രമേ ഹിന്ദി ബെൽറ്റിലെ പല സ്കൂൾ മേഖലകളിലും വിദ്യാഭ്യാസ മേഖലയിലുള്ളൂ, പല പ്രദേശങ്ങളിലും. അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. നമ്മൾ നല്ല രീതിയിൽ പുരോഗമിച്ച ഒരു സംസ്ഥാനമാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുന്ന ഈ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലൊക്കെ ഉള്ള പല കാര്യങ്ങളും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നടന്നതാണ്. ഇവിടെ ഇപ്പോൾ അവർ വലിയ അവകാശവാദമായിട്ട് ദേശീയ തലത്തിൽ പറയുന്ന ഡ്രോപ്പ് ഔട്ട്സ് കുറയുന്നു, ഒരുപാട് ആളുകളുടെ വരവുണ്ടാകുന്നു കുട്ടികളുടേത്, വിദ്യാഭ്യാസ മേഖലയിലേക്ക് കുട്ടികൾ ഒരുപാട് മേഖലയിൽ നിന്ന് വരുന്നു എന്നതൊക്കെ കേരളത്തിൽ നേരത്തെ സംഭവിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ കാലത്തിനനുസരിച്ചുള്ള പുതിയ കാലത്തിനനുസരിച്ചുള്ള പുതിയ പദ്ധതികളിലേക്ക് പോകേണ്ടതാണ്. അത് ഓരോ സംസ്ഥാനങ്ങൾക്കും അതിൻ്റെ കാര്യമുണ്ട്. ഇപ്പോൾ ബംഗാളിൻ്റെയും ഡൽഹിയുടെയും പഞ്ചാബിൻ്റെയും കാര്യം നോക്കിയാൽ അവർ ആം ആദ്മി പാർട്ടി സർക്കാരുകൾ ഇപ്പോൾ ഈ പറയുന്ന PM ശ്രീ പദ്ധതി എന്ന പോലെ തന്നെയുള്ള പദ്ധതികൾ അവർ സ്വന്തം നിലക്ക് നടപ്പാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ PM ശ്രീയിലേക്ക് ചേരുന്നില്ല എന്നവർ പറഞ്ഞത്. പക്ഷേ അത് പറ്റില്ല, നിങ്ങളുടെ പദ്ധതി റദ്ദാക്കിയിട്ട് ഞങ്ങൾക്കൊപ്പം ചേരണമെന്നാണ് കേന്ദ്രം പറയുന്നത്. ഇപ്പോൾ ശിവൻകുട്ടി മന്ത്രി പറയുന്നത് PM ശ്രീ എന്ന് പേര് ചേർക്കുന്നതല്ല ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഇക്കാര്യത്തിൽ എന്നാണ്. നേരത്തെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് നമ്മൾ ആയുഷ്മാൻ മന്ദിരവുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അതിനകത്ത് ആ പേരെഴുതി വെക്കുന്നതിനുള്ള ബുദ്ധിമുട്ടായിരുന്നു, ഒരു എതിർപ്പതായിരുന്നു. പക്ഷേ ഇവിടെ ഞങ്ങൾ നിങ്ങളുടെ പേരെഴുതിക്കൊള്ളാം, പ്രധാനമന്ത്രി ശ്രീ എന്നാണല്ലോ, വേറെ തെറ്റൊന്നുമില്ല, പക്ഷേ ഞങ്ങൾ എഴുതി വെക്കാം. പക്ഷേ ഈ NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ആ പോളിസിക്കകത്ത് പിന്തിരിപ്പനായിട്ടുള്ള പല സംഗതികളുണ്ട് എന്ന് ഇവിടുത്തെ രാഷ്ട്രീയ പക്ഷം കാണുന്നു.
അത് ശരിയോ തെറ്റോ അതിനോട് ഡിബേറ്റ് വേറെ നടക്കട്ടെ. പക്ഷേ ഞങ്ങളുടെ സംസ്ഥാനത്തിനകത്തേക്ക് കൊണ്ടുവരേണ്ടുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയോട് ഞങ്ങളിൽ ഇന്ന സ്ഥലത്ത് വിയോജിപ്പുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് നടപ്പാക്കാനാവുകയില്ല എന്ന് പറയുമ്പോൾ അത് സംബന്ധിച്ച ചർച്ചകളും മറ്റുമായിട്ട് മുന്നോട്ട് പോകാം. പക്ഷേ നിങ്ങൾക്ക് തരാനുള്ള പണം അത് ഇതിൻ്റെ മാത്രമല്ല, തരാനുള്ള 1720 കോടി രൂപ തരാൻ പറ്റില്ല എന്ന് കേന്ദ്രത്തിന് എങ്ങനെയാണ് സംസാരിക്കാൻ പറ്റുക? ഒരു മലയാളി എന്ന നിലയിൽ, അല്ലെങ്കിൽ കേൾക്കുന്ന മലയാളികളെ, ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പ്രതിഷേധം ഉയരേണ്ടുന്ന ഒരു സംഗതിയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ലോജിക്കും ഇല്ലാതെയാണ് കേന്ദ്രം ഈ പണം തടഞ്ഞു വെച്ചിരിക്കുന്നത്. അത് ആദ്യം കൊടുക്കുകയാണ് വേണ്ടത്. ഇവിടെ കേരളം സാമ്പത്തികമായിട്ട് വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കപ്പെടുന്നു, സാമ്പത്തികമായിട്ട് വരവില്ല, കേന്ദ്രത്തിൻ്റെ പല കിട്ടേണ്ടുന്ന പണവും രാഷ്ട്രീയാടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു നമുക്ക് ലഭിക്കാത്ത സാഹചര്യം വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരല്പം വഴങ്ങിക്കൊടുത്തേക്കാം, ഈ പണവും കൂടെ നഷ്ടപ്പെടുത്താൻ വയ്യ എന്ന നിലപാട് കേരള സർക്കാർ നേരത്തെ സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ CPIയുടെ എതിർപ്പ് കൊണ്ടാണെന്ന് പറയുന്നു, അവരതിൽ നിന്ന് വിട്ടുമാറി നിൽക്കുകയാണ്. അങ്ങനെയാണല്ലോ നമ്മൾ അറിയുന്നത്. അപ്പോൾ വിട്ടുവീഴ്ചക്ക് തയ്യാറായിട്ട് പോലും കേരളത്തിന് നേരത്തെ 638 കോടി രൂപ ആരോഗ്യ മേഖലയിൽ കിട്ടാറുണ്ട് കേന്ദ്രത്തിൽ. കേന്ദ്രം ഈ പണം കൊടുക്കുന്നില്ല. കേന്ദ്രം ചെയ്യുന്നത് അങ്ങേയറ്റം വലിയ രാഷ്ട്രീയമായിട്ടുള്ള ശരിയായ കാര്യമല്ല എന്ന് നമ്മൾ നേരത്തെ രേവന്ത് റെഡ്ഡി സർക്കാരിൽ ഈ പറയുന്ന കാര്യത്തിൽ കോൺഗ്രസ് സർക്കാരിനോട് ചേർന്ന് നിന്ന നിലപാട് അവിടുത്തെ BJP അംഗങ്ങൾ സ്വീകരിച്ചതുപോലെ ഇവിടുത്തെ BJP ഘടകം മലയാളികൾക്കൊപ്പം നിന്നിട്ട് ഇത് ശരിയല്ല കേന്ദ്രമേ എന്ന് അവരുടെ നേതൃത്വത്തോട് പറയേണ്ടുന്ന സമയമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. അത് ഇതിൽ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുള്ളൂ. ഏറ്റവും നല്ല വിദ്യാഭ്യാസം നടക്കുന്നത് പലപ്പോഴും ചില സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ പോയാൽ ഉത്തർപ്രദേശിലോ ബീഹാറിലോ ആണെന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് വ്യാജമായി കാര്യങ്ങളെ പ്രചരിപ്പിക്കുന്നത്. വസ്തുത എന്താണ്? കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ നടക്കുന്നത് പോലെ മികച്ച വിദ്യാഭ്യാസ സംവിധാനങ്ങൾ വേറെ എങ്ങുമില്ല. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ തന്നെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഓൾറെഡി ഇവിടെ നടപ്പാക്കി കഴിഞ്ഞതാണ് പലതും. ഇപ്പോൾ സ്മാർട്ട് ക്ലാസ് റൂം പദ്ധതി, അത് ഇവിടുത്തെ സ്കൂളുകൾ, സർക്കാർ സ്കൂളുകളിലെ ക്ലാസ് റൂമുകൾ സ്മാർട്ടാണ്. അപ്പോൾ അതിന് വേണ്ട ഫണ്ട് അനുവദിക്കുക. 3 കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒന്ന്, ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അത് നടപ്പാക്കിയില്ലെങ്കിൽ ഫണ്ട് അനുവദിക്കില്ല, SSA ഫണ്ട് അനുവദിക്കില്ല. അതുപോലെ തന്നെയാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കിയില്ലെങ്കിൽ ഫണ്ട് അനുവദിക്കില്ല. ഈ 2 കാര്യങ്ങളിൽ പിടിച്ചാണ്. അപ്പോൾ അതുകൊണ്ടാണെന്ന് ഈ 300 ചില്ലുവാനും സ്കൂളുകളിലെങ്കിലും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കിക്കൊണ്ട് അവർക്ക് വഴങ്ങിക്കൊണ്ട് ബാക്കി ഈ SSA ഫണ്ട് എടുത്ത് വിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട ശ്രമം നടത്താം എന്ന് സർക്കാർ തീരുമാനിക്കേണ്ടി വരുന്നത്. സത്യത്തിൽ ഇപ്പോൾ CPI പ്രതിഷേധിച്ചത് കൊള്ളാം, CPI ഇക്കാര്യത്തിൽ വഴങ്ങേണ്ടതില്ല എന്ന് തീരുമാനിക്കും. പക്ഷേ എങ്ങനെയാണ് സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ള സംശയം അവിടെ നിലനിൽക്കുകയാണ്. കാരണം കേന്ദ്രം ഒരു തലത്തിലും വഴങ്ങുന്നില്ല എന്നുള്ളതാണ്. കേന്ദ്രത്തിനെതിരായ ശക്തമായ വികാരം ഈ വിഷയത്തിൽ ഉയർന്നു വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. ആ നിലയ്ക്ക് ഒരു നീക്കമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടത്, പ്രചാരണമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടത്. ഇപ്പോൾ തമിഴ്നാട്, എനിക്ക് കൂടുതൽ നമ്മൾ കേട്ട് പരിചയിച്ചത് ഇപ്പോൾ തമിഴ്നാട്ടിലെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ്. ഓരോ കാര്യങ്ങളും അക്കമിട്ട് അവർ പറയുന്നുണ്ട്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് കൺകണ്ടർ ലിസ്റ്റിൽ പെടുന്ന ഒരു വിഷയമാണ്. എന്താണ് സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിനുണ്ട്. ആ അവകാശത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ തുടർച്ചയായ ദിവസങ്ങളിൽ ഈ ഫെഡറൽ തത്വങ്ങളെ ലംഘിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന സമീപനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്നത് തന്നെ സങ്കടകരമാണ്. ഗവർണറുടെ കാര്യം സുപ്രീം കോടതി വിധി വന്നപ്പോൾ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. ഇന്നിത് വീണ്ടും നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരികയാണ്. കാരണം ഒരു ഫെഡറൽ സിസ്റ്റത്തെ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട്, ആ ഫെഡറൽ തത്വങ്ങളെ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന സമീപനം തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് കേരളത്തെ കൊണ്ടുചെന്ന് ഒറ്റ കാര്യം കൂടി ഞാൻ പറയട്ടെ ഹർഷ. അതായത് ഇത് രാഷ്ട്രീയമായിട്ട് നമ്മൾ വിശാലമായിട്ട് നോക്കി അതിനകത്തുള്ള അപകടം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ തമിഴ്നാടാണെങ്കിലും കേരളമാണെങ്കിലും ഈ ഭാഗത്തുള്ള വലിയ മതേതരമായിട്ടുള്ള ഒരു സമൂഹ മനസ്സ് ജീവിതം വളരെ വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് ഇവിടെയുണ്ട്, പല കാരണങ്ങൾ കൊണ്ട്. അത് ആ മതേതരത്വ സഹജീവനത്തിൻ്റെ അടയാളങ്ങൾ സ്വാഭാവികമായിട്ടും ഈ വിദ്യാഭ്യാസ സംഗതികളിലൊക്കെ ഉണ്ടാകും. പക്ഷേ ആ ഭാഗത്തുള്ള എനിക്ക് ഉദാഹരണങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഹിന്ദുത്വം അല്ലെങ്കിൽ ഹിന്ദുമതം ഒരു മതമാണ് പ്രധാനപ്പെട്ട കാര്യം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു രാഷ്ട്രീയ പക്ഷങ്ങളാണ് ഭരിക്കുന്നത്. പതുക്കെ ആ സമൂഹമാകെ തന്നെയും അങ്ങനെ അവരെ ശത്രുക്കളായിട്ട് കാണുന്ന നിലയിലേക്ക് പോകുന്നുമുണ്ട്. അതൊക്കെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൂടെ കടന്നു വരുമ്പോൾ ഞങ്ങൾക്കത് പറ്റില്ല കേട്ടോ എന്ന് പറയാനുള്ള അവകാശം നിഷേധിക്കുക കൂടിയാണ് ഈ സംഗതികളിലൂടെ കേന്ദ്രം ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. വലിയ അപകടകരമായ കാര്യമാണ്. റൈറ്റ്. അത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ജനസംഖ്യാ നിയന്ത്രണമൊക്കെ ഏറ്റവും കാര്യക്ഷമമായി നടപ്പാക്കിയ സംസ്ഥാനങ്ങൾ എന്ന നിലയ്ക്ക് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കൂടുതൽ മികവോടെ പരിഗണിക്കേണ്ടതിന് പകരം ആ മേഖലയിൽ ഫണ്ട് അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്, ആരോഗ്യ മേഖലയിൽ ഫണ്ട് അനുവദിക്കാതിരിക്കുക എന്നൊക്കെയുള്ളതാണ് കേന്ദ്രം സ്വീകരിച്ച സമീപനം. അതേ സമീപനം ഇവിടെയും സ്വീകരിക്കുന്നു. മികവ് കാട്ടുന്നു, വിദ്യാഭ്യാസത്തിൽ നമ്മൾ മികവ് കാട്ടുന്നു, ആരോഗ്യ മേഖലയിൽ മികവ് കാട്ടുന്നു. പക്ഷേ അതിൻ്റെ ഒരു തുടർച്ചയുണ്ടാവാൻ തക്കവണ്ണമുള്ള ഫണ്ട് അനുവദിക്കുന്നില്ല. പല കാരണങ്ങൾ പറഞ്ഞ് തടഞ്ഞു വയ്ക്കുന്നു എന്നുള്ളതാണ്. ഈ ഫെഡറലിസം, കോപ്പറേറ്റീവ് ഫെഡറലിസം
RDXന്റെ ചർച്ചകളിൽ ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പദങ്ങളാണ്. ഭരണഘടനാ മൂല്യങ്ങളെ പറ്റി പറയുമ്പോഴെല്ലാം നമ്മുടെ കാലത്ത് ഈ വാക്കുകൾ ആവർത്തിക്കേണ്ടി വരും. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിൽ വിയോജിപ്പുണ്ടെന്ന് നിലപാടെടുക്കാൻ സംസ്ഥാനങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന അവകാശം നൽകുന്നുണ്ട്. ഒരു ഫെഡറൽ അധികാരം ഉപയോഗിക്കുന്നതിൻ്റെ പേരിൽ അവർക്ക് അർഹമായ ഫണ്ട് പരിപൂർണമായും നിഷേധിക്കുന്നതാണ് ഭരണഘടനാപരമായ തെറ്റ്. ആയുഷ്മാൻ, ആരോഗ്യമന്ത്രി, ലൈഫ് തുടങ്ങിയ കോബ്രാൻഡിങ്ങിലെ തർക്കത്തിൽ കേന്ദ്രം കേരളത്തിന് നൽകാതെ തടഞ്ഞു വച്ചിരിക്കുന്നത് കോടികളാണ്. നരേന്ദ്രമോദിയുടെ ഒരു പടം സ്കൂളിന് മുന്നിൽ വയ്ക്കുന്നതല്ല, നയമാണ് പ്രശ്നമെന്ന് കേരളം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നയങ്ങൾ പ്രധാനമാണെന്ന് RDXും കരുതുന്നു.